എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഏവർക്കും എൻ്റെ പ്രണാമം. നാം നിരന്തരം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പലവിധ പ്രശ്നങ്ങൾ, കടങ്ങളായും ബാധ്യതകളായും അതുപോലെ റിലേഷൻഷിപ്പ് പ്രോബ്ലമായിട്ടും രോഗദുരിതങ്ങളായിട്ടും ഒക്കെ വരുന്ന കർമ്മദുരിതങ്ങൾ നാം പലപ്പോഴും വഴിപാടുകൾ നടത്തിയും അതിനു വേണ്ടിയിട്ടുള്ള പരിഹാരം തേടുകയാണ് ചെയ്യുക. അതായത് നമ്മൾ പലപ്പോഴും പല പൂജകളും നമ്മൾക്ക് ദോഷപരിഹാരാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നിരന്തരം പൂജകളും ഹോമങ്ങളും വഴിപാടുകളും ഒക്കെ ചെയ്തിട്ടും അതിൽ പറയത്തക്ക മാറ്റങ്ങളൊന്നും കാണുന്നുമില്ല. അങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നിശ്ചയമായും ഒരു കാര്യം മനസ്സിലാക്കുക. ഞാൻ കഴിഞ്ഞ കുറേ എപ്പിസോഡുകളായിട്ട് നിരന്തരം നമ്മുടെ വൈബ്രേഷൻസ് ഉയർത്തി നമ്മുടെ ജീവിതത്തെ നമ്മൾ തന്നെ നിയന്ത്രിക്കുക, അതുപോലെ തന്നെ നമ്മുടെ വിധികർത്താക്കളാകുക നമ്മൾ സ്വയം എന്നുള്ളതിനെ പറ്റിയായിരുന്നു ചർച്ച ചെയ്തു വന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ നമ്മുടെ വിധികർത്താക്കളാകാൻ സാധിക്കും? നമ്മൾ വിധിയെ പഴിച്ചുകൊണ്ടിരിക്കുകയല്ലാതെ നമ്മൾക്ക് എങ്ങനെ സ്വയം അതിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കും എന്നുള്ളതാണ് ഈ വീഡിയോ തുറന്നു കാട്ടുന്നത്. നിങ്ങൾക്കൊരു വേള ഇത് സഹായകരമാകുമെങ്കിൽ ഞാൻ ചെയ്യുന്ന ഈ പ്രയത്നം സഫലമായി. കാരണം കുറേ നാളുകൊണ്ട്, ഒരു മാസത്തിലേറെയായിട്ട് വീഡിയോ ചെയ്യാൻ സാധിക്കുന്നില്ല. എൻ്റെ ഹീലിങ്ങിൻ്റെ തിരക്കുകൾ തന്നെയാണ് കാരണം. എന്തുകൊണ്ടാണ് ഹീലിങ്ങിന് ഇത്രയധികം തിരക്കുകൾ ഉണ്ടാവാൻ കാരണം? ധാരാളം പൂജകൾ ചെയ്തിട്ടും വഴിപാട് ചെയ്തിട്ടും ഒന്നും മാറാതെ നിരന്തരം കഠിനമായ ദുഃഖം അനുഭവിക്കുന്ന അനേകം മനുഷ്യർ. അവർക്ക് ഹീലിങ്ങിലൂടെ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ മനസ്സിനെ തന്നെ ഒന്ന് ഉടച്ചു വാർക്കുകയാണ് ചെയ്യുന്നത്. അതായത് അവരുടെ മനസ്സിൽ നിരന്തരം അവരെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ, അവരുടെ വിധിയെപ്പറ്റി ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ ഒക്കെ തന്നെ അവിടെ റീപ്രോഗ്രാമിംഗ് നടത്തുകയാണ്. മൈൻഡിൻ്റെ ഒരു റീപ്രോഗ്രാമിംഗ് ആണ് യഥാർത്ഥത്തിൽ ഹീലിംഗ്. അതിനോടൊപ്പം തന്നെ അവരുടെ ഓറയിൽ കെട്ടിക്കിടക്കുന്ന ധാരാളം ബ്ലോക്കുകൾ, ഈ ബ്ലോക്കുകൾ ഒരുപക്ഷേ നമുക്ക് പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്നതാകാം, അല്ലെങ്കിൽ നമ്മളുടെ ഈ ജീവിതത്തിലെ തന്നെ ചില കർമ്മങ്ങൾ കൊണ്ട്. അപ്പോൾ ഇവിടെ കർമ്മങ്ങൾ കൊണ്ട് എന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ചിന്തകളും നമ്മൾക്ക് കർമ്മഫലം തരുന്നു എന്നുള്ള വസ്തുത അത് ആരും തന്നെ ഓർക്കുന്നതേയില്ല എന്നുള്ളതാണ് ഇവിടെ വിസ്മയകരം. അതായത് നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ കർമ്മഫലം, അതായത് കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ, നമ്മുടെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് കർമ്മഫലം ഉണ്ടാകുന്നത്. അതായത് ടു എവരി ആക്ഷൻ ദെയർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നുള്ള തത്വം നമ്മൾ മനസ്സിലാക്കിയിരിക്കുമ്പോൾ നമ്മുടെ ചിന്തകളാണ് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. അതായത് നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ എ ബണ്ടിൽ ഓഫ് തോട്ട്സ് ആണ്, അതായത് ഒരു കൂട്ടം ചിന്തകൾ. അപ്പോൾ ഈ ചിന്തകളിൽ പോസിറ്റീവും നെഗറ്റീവും ഒരു പക്ഷേ ഉണ്ടാകും. അതിൽ പോസിറ്റീവ് ചിന്തകൾ വളരെ കുറവായിട്ടുള്ള വ്യക്തികൾക്കാണ് ഈ കർമ്മദുരിതങ്ങൾ പിടിപെടുന്നത് എന്നുള്ള വാസ്തവം നിങ്ങൾ അറിയുന്നില്ല. ഒരുപക്ഷെ നമ്മുടെ പാസ്റ്റ് ലൈഫിലെ കർമ്മങ്ങളെല്ലാം നമ്മുടെ ഓറയിലുണ്ടാവും. പക്ഷേ അതിനെപ്പോലും നമുക്ക്, ഈ സഞ്ചിത കർമ്മങ്ങളെ പോലും നമുക്ക് ഭസ്മീകരിക്കാനായിട്ടുള്ള മാർഗമാണ് നമ്മുടെ ചിന്തകളെ ഒന്ന് ജസ്റ്റ് നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ചിന്തകളെ നമ്മൾ നിയന്ത്രിക്കുമ്പോൾ നമുക്ക് വരുന്ന കാര്യം, അല്ലെങ്കിൽ നമുക്ക് വരുന്ന ഒരു ട്രാൻസ്ഫർമേഷൻ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരു അവിശ്വസനീയമായ മാറ്റം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കെല്ലാം അറിയാം, നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ, നമ്മളെപ്പോലെയുള്ള ഓരോരുത്തരുടെയും മനസ്സിൽ ഉരുത്തിരിഞ്ഞ പല കാര്യങ്ങളാണ് ഇന്ന് പല നേട്ടങ്ങളുമായി നമ്മൾ കാണുന്നത്. വൈദ്യശാസ്ത്രത്തിലുള്ള നേട്ടങ്ങൾ, അതുപോലെ സയൻസിലുള്ള നേട്ടങ്ങൾ, അതുപോലെ പല മേഖലകളിലും ടെക്നോളജിയിലുള്ളത്. അപ്പോൾ ഇതെല്ലാം ഒരാളിൻ്റെ ചിന്തയിൽ നിന്ന് ഉരുത്തിരിഞ്ഞതിൻ്റെ ഫലമാണ്. അതും യഥാർത്ഥത്തിൽ കർമ്മഫലമാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ലോകമഹായുദ്ധങ്ങളൊക്കെ നടന്നിട്ടുള്ളത് മറ്റുള്ളവരുടെ ചിന്തകളിൽ നിന്നാണ്. ഒരു ചിന്തയില്ലാതെ അവിടെ ഒരു വാക്കോ പ്രവൃത്തിയോ ഉണ്ടാകുന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ റൂട്ട് കാസ് എന്താണ് എന്ന് വെച്ചാൽ നമ്മുടെ ചിന്തകൾ തന്നെയാണ്. അപ്പോൾ ഈ ചിന്തകളെ ഒരുപക്ഷെ മാറ്റിമറിച്ചാൽ മഹാഭാരത യുദ്ധം, പുരാണ ഇതിഹാസങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്ന പല യുദ്ധങ്ങളും നമുക്ക് ഒരുപക്ഷെ ഒഴിവാക്കാമായിരുന്നു എന്ന് നമുക്ക് അറിയാൻ സാധിക്കും.
പക്ഷേ നമ്മൾ അതിനെപ്പറ്റി ആഴത്തിൽ ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ധാരാളമായി നമുക്ക് പല കാര്യങ്ങളും സുലഭമായി കിട്ടുന്നുണ്ട്. പലതരം മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾ, അതുപോലെ അഫർമേഷൻ ടെക്നിക്കുകൾ, ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ ധാരാളമായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇതെല്ലാം ഞാൻ ചെയ്തു നോക്കി, പക്ഷേ എൻ്റെ ജീവിതം വിജയിക്കുന്നില്ല. എനിക്ക് പലതരത്തിലുള്ള ദുഃഖങ്ങൾ വരികയാണ്, രോഗങ്ങൾ വരികയാണ്, എൻ്റെ ബന്ധപ്പെട്ടവർക്കും അങ്ങനെ തന്നെ വരുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് പ്രോബ്ലം ഉണ്ടാകുന്നുണ്ട്, സാമ്പത്തിക പ്രശ്നങ്ങൾ, കടബാധ്യതകൾ കൊണ്ട് നട്ടം തിരിയുന്നവർ. അപ്പോൾ ഇവിടെ നമുക്കൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ, നമ്മൾ കടം കൊണ്ട് നട്ടം തിരിയുന്ന ഒരു വ്യക്തി ആ കടം മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആ ആഗ്രഹം നമുക്ക് ജസ്റ്റ് ഒരു സ്പാർക്ക് പോലെ മാത്രമേ നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നുള്ളൂ. പിന്നീട് ആ ഒരു അഫർമേഷൻ ചെയ്യുമ്പോഴും മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോഴും നമ്മളെ സ്വയം ഹീൽ ചെയ്യാൻ ശ്രമിക്കുമ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഇത് മാറുമോ എന്നുള്ള ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു സംശയം നമ്മുടെ മനസ്സിൽ വിത്തുപാകുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കുന്നത് ഇത്രയും വലിയ കടം ഇതെങ്ങനെ എനിക്ക് മാറ്റുവാൻ സാധിക്കും? കാരണം എൻ്റെ വരുമാനമാണെങ്കിൽ വളരെ തുച്ഛമാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വരുമാനം, എൻ്റെ മക്കളുടെ വരുമാനം ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഈ കടം മാറാൻ സാധ്യതയില്ല എന്നുള്ളത് നമ്മുടെ ചിന്തയിലൂടെ നമ്മൾ ആവർത്തിച്ച് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് ഒന്നാമത്തെ തെറ്റാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ യൂണിവേഴ്സിന് അസാധ്യമായിട്ടുള്ളതൊന്നുമില്ല. നമ്മളെ ഭൂമിയിലേക്ക് അയച്ചത് നമ്മുടെ ദൗത്യങ്ങളൊക്കെ നിർവഹിച്ച് സക്സസ്ഫുള്ളായിട്ട് തിരികെ നമ്മുടെ ഭവനത്തിലേക്ക് ചെല്ലുവാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്നത് എന്തും ഈ യൂണിവേഴ്സിന് തരാൻ സാധ്യമാകും. നിങ്ങൾ ആ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന മറ്റൊരു കാര്യം, പലരും പറഞ്ഞു കേട്ടിട്ടുള്ളതുമാകാം നിങ്ങൾ ഒരു പക്ഷേ, അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവായിട്ടിരിക്കുന്ന സമയം, ആ സമയം എന്ന് പറയുന്നത് നമ്മൾ ഉണർന്നെഴുന്നേൽക്കുന്ന അല്പസമയം, ആ കുറേ സമയം നമുക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുൻപ്. കാരണം നമ്മുടെ മനസ്സെന്ന് പറയുന്ന ഒരു ബണ്ടിൽ ഓഫ് തോട്ട്സ് ആണെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. അപ്പോൾ ഈ മനസ്സ് 3 രീതിയിലുണ്ട്. അതായത് നമ്മുടെ ബോധ മനസ്സുണ്ട്. ഈ ബോധ മനസ്സ് എപ്പോഴും സഞ്ചരിക്കുന്നത് പുറം ലോകത്തേക്കാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം പുറത്തേക്കാണ്. അതുകൊണ്ട് നമ്മൾ പുറമേയുള്ള കാര്യങ്ങളിലേക്ക് പകൽ മുഴുവനും വ്യാപരിക്കും. അപ്പോൾ നമ്മൾ ഉറങ്ങുന്ന സമയം നമ്മൾ യഥാർത്ഥത്തിൽ അബോധാവസ്ഥയിലായിരിക്കും. എന്നാൽ ഇതിനിടയ്ക്കുള്ള ഒരു ടൈമാണ് ഉറങ്ങുന്നതിന് തൊട്ട് മുൻപുള്ള സമയവും ഉറങ്ങിക്കഴിഞ്ഞ് ഉണരുന്ന ആ ഒരു ശേഷമുള്ള മൈൻഡും. അപ്പോൾ ആ ഒരു ഉപബോധ മനസ്സിൽ നമ്മൾക്ക് ഉറച്ചു കിടക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ പ്രാപ്തിയമാക്കിക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ചിന്തകളാണ് നമ്മുടെ കർമ്മഫലങ്ങൾ എന്നുള്ളത്. കാരണം ഈ ഉപബോധ മനസ്സെന്ന് പറയുന്നത് ഈശ്വരനാണ്. അതായത് നമ്മൾ കൊടുക്കുന്ന ആക്ഷൻ, ഈ ആക്ഷൻ എന്ന് പറയുന്നത് മനസ്സിലൂടെയുള്ള ചിന്തകളാണ്. ഈ ചിന്ത നമ്മുടെ എങ്ങനെയുള്ളതാണ്, നമ്മുടെ ബോധ മനസ്സിലൂടെ പലവട്ടം കടന്നു പോകുന്ന ചിന്ത, അത് ആവർത്തിച്ച് ഉറപ്പിക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡാണ്. അപ്പോൾ ഈ സബ് കോൺഷ്യസ് മൈൻഡ് അതിനെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ നമ്മുടെ കർമ്മങ്ങളായിട്ടും അതിൻ്റെ ഫലം ഉപബോധ മനസ്സ് നമുക്ക് നൽകുന്നതായിട്ടുമാണ് സംഭവിക്കുക. അപ്പോൾ പ്രപഞ്ച ശക്തികൾക്ക് പോലും, ഈ പ്രപഞ്ചത്തിന് പോലും നമുക്ക് നല്ല കാര്യങ്ങൾ സംഭവിപ്പിക്കാൻ മാർഗമില്ലാതെ വരും. അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള പല പ്ലെയിൻസിലുള്ള സോൾസ് ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. നമ്മുടെ ചുറ്റിനും പല 17-14 ലോകങ്ങളുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അത് വിശ്വസിക്കാത്തവർക്ക് പോലും നമ്മൾ ഈ രീതിയിൽ സയൻറ്റിഫിക്കായിട്ട് ചിന്തിച്ചാൽ തീർച്ചയായിട്ടും ഇത് മനസ്സിലാകും. അപ്പോൾ ഈ മറ്റുള്ള പ്ലെയിൻസിൽ നിന്നുള്ള വ്യക്തികൾ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോലും സാധ്യമാകാത്ത രീതിയിൽ ഈ ഉപബോധ മനസ്സ് കംപ്ലീറ്റ് നെഗറ്റീവ് ചിന്തകൾ കൊണ്ട് അടഞ്ഞു പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മനസ്സ് പീസ്ഫുള്ളായിരുന്നെങ്കിൽ അവർക്ക് നല്ല കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഇൻഡ്യൂസ് ചെയ്ത് തരുവാനായിട്ട് സാധിക്കൂ. കാരണം ഉയർന്ന സോൾസ് എന്ന് പറഞ്ഞാൽ
ഡിവൈൻ സോൾസ് അഥവാ നമ്മൾ വിശ്വസിക്കുന്ന ദേവീ ദേവന്മാർ, അല്ലെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് ദൈവമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന അള്ള, ജീസസ് ക്രൈസ്റ്റ്, കൃഷ്ണ അല്ലെങ്കിൽ ശിവ അങ്ങനെയൊക്കെ പറയുന്ന ലോഡ്സൊക്കെയാണ്. അപ്പോൾ അവർക്ക് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഈവൻ നമ്മുടെ ആൻസസ്റ്റേഴ്സിന് പോലും, നമ്മുടെ പിതൃക്കൾക്ക് പോലും നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. നല്ല ചിന്തകൾ നമ്മുടെ മനസ്സിലില്ലാത്തതുകൊണ്ടും നമ്മുടെ മനസ്സ് എപ്പോഴും പീസ്ഫുൾ അല്ലാത്തതുകൊണ്ടും. അപ്പോൾ നമ്മുടെ മനസ്സ് പീസ്ഫുൾ ആയിരുന്നെങ്കിൽ മാത്രമേ അവർക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലൂടെ നല്ല കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചു തരാൻ സാധിക്കൂ. അവർ നിസ്സഹായരാണ്. അപ്പോൾ അമ്പലത്തിൽ പോയി നിരന്തരം പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, അവിടെ വഴിപാടുകളോ പൂജകളോ ചെയ്തിട്ട് കാര്യമില്ല നമ്മുടെ മനസ്സ് അസ്വസ്ഥമാണെങ്കിൽ. പക്ഷേ ഒരു പരിധിവരെ നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുന്നത് നിങ്ങൾക്ക് ഉപകരിക്കും. കാരണം നിങ്ങളുടെ മനസ്സ് പീസ്ഫുള്ളായി മാറുന്നുണ്ടെങ്കിൽ. കാരണം നിങ്ങൾ വളരെയധികം ഈ ലോകത്തിൽ വിജയിച്ചിട്ടുള്ള ചിലരെങ്കിലും കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, അവരൊരു കൃത്യ ദിനചര്യ പാലിച്ചിരുന്നവരാണ്. അവർ കൃത്യമായിട്ട് ആരാധന നടത്തുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ക്ഷേത്രത്തിൽ പോകാൻ സാധിച്ചില്ലെങ്കിലും അവർ വീട്ടിൽ തന്നെയാണെങ്കിൽ അവർ മെഡിറ്റേഷൻ ചെയ്യുക. പിന്നീട് അവർ ചെയ്യുന്ന കാര്യം ധ്യാനം എന്ന് പറയുന്നതാണ് നമുക്ക് ഈ ഒരു ഹയർ സോൾസുമായിട്ട് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം നമുക്ക് തരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ധ്യാനത്തിലൂടെ നമ്മുടെ ഈ എണ്ണിയാൽ ഒടുങ്ങാത്ത ചിന്തകളെ കംപ്ലീറ്റ് ശൂന്യമാക്കുകയാണ് ചെയ്യുന്നത്. ആ ശൂന്യമാക്കുന്ന അവസ്ഥയിൽ നിന്ന് അവർക്ക് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. കാരണം നമ്മുടെ മനോമയ പാത്രം ശൂന്യമാണ്. അപ്പോൾ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈസിയാണ്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലൂടെ മാത്രമേ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കൂ. നമ്മുടെ ഈ സ്ഥൂല ശരീരത്തിലുള്ള ബോധ മനസ്സിന് അത് സാധിക്കില്ല. അപ്പോൾ ഈ സ്ഥൂല ശരീരത്തിന് പുറമെ നമ്മുടെ ഒരു സൂക്ഷ്മ ശരീരവും കൂടെ നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് ആ സൂക്ഷ്മ ശരീരത്തിലൂടെയാണ് നമ്മൾക്ക് ഈ ഒരു യൂണിവേഴ്സൽ എനർജി കടന്നു വരേണ്ടത്, നമ്മുടെ ഈ ബ്ലോക്കുകളെല്ലാം മാറ്റേണ്ടത്. പക്ഷേ ഈ സൂക്ഷ്മ ശരീരം ത്തിലെ ഒരവയവമായിട്ടുള്ള ഓറ കംപ്ലീറ്റ് അടഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിലെ ചക്രങ്ങളൊക്കെ കംപ്ലീറ്റ് അടഞ്ഞിരിക്കുകയാണ്. ഹീലിങ്ങിൻ്റെ ശാസ്ത്രവും അതുതന്നെയാണ്. ഈ ചക്രങ്ങളെയൊക്കെ ഓപ്പൺ ആക്കുക, ഹീലിങ്ങിലൂടെ ഈ ഓറയെ ക്ലെൻസ് ചെയ്ത് അവിടെ ആ ബ്ലോക്കുകളൊക്കെ മാറ്റുക. അതിനോടൊപ്പം തന്നെ ആ ഒരു മനസ്സിനെ കൂടെ ഹീൽ ചെയ്യുക എന്നുള്ളതാണ് ഹീലിങ്ങിൻ്റെ ഒരു ശാസ്ത്രം. അപ്പോൾ നിങ്ങൾക്ക് സെൽഫ് ഹീലിംഗ് ചെയ്യാൻ പറ്റിയ മറ്റൊരു മാർഗമാണ് നിങ്ങളൊരു കൃത്യ ദിനചര്യ പാലിക്കുക. കാരണം ഒരുപാട് ലോകത്തിന് സംഭാവന നൽകിയ പലരും ഒരു കൃത്യമായ ദിനചര്യ പാലിക്കുന്നവരായിരുന്നു. അപ്പോൾ അവർ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ അവർ സെൽഫ് ഫോക്കസ്ഡ് ആവുക എന്നുള്ളൊരു കാര്യമാണ് അവിടെ പ്രയോഗിച്ചിരുന്നത്. സെൽഫ് ഫോക്കസ്ഡ് എന്ന് വെച്ചാൽ നമ്മളിലേക്ക് തന്നെ ശ്രദ്ധിക്കുക. നമ്മളുടെ ഇന്ദ്രിയങ്ങളെല്ലാം പുറത്തേക്ക് ആയതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, അല്ലെ അവിടെ എന്താണ് സംഭവിക്കുന്നത്, അല്ലെ നമ്മുടെ മക്കൾക്ക് എന്ത് സംഭവിക്കുന്നു, ഭർത്താവിന് എന്ത് സംഭവിക്കുന്നു, അവരുടെ എല്ലാം പിന്നാലെ നമ്മുടെ മനസ്സ് പരക്കം പാഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 24 hours നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടി അല്പസമയം നിങ്ങൾ മാറ്റി വെക്കുന്നില്ല. നിങ്ങൾ കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുക. അതായത് യോഗ ചെയ്യുക എന്നുള്ള ഒരു പ്രക്രിയയിലൂടെ നമ്മുടെ ശരീരത്തിനാണ് ഹീലിംഗ് നൽകുക. ഇപ്പോൾ ഒരു സാധാരണ രീതിയിലുള്ള ഹീലിംഗ് നിങ്ങൾക്ക് അവിടെ നൽകാൻ സാധിക്കും, നിങ്ങളുടെ ശരീരത്തിന് ഹീൽ ചെയ്യാൻ സാധിക്കും. പിന്നീട് പ്രാണായാമത്തിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ ഹീൽ ചെയ്യാൻ സാധിക്കും. കാരണം പ്രാണായാമത്തിലൂടെ നമുക്ക് ഒരുപാട് രോഗങ്ങളെ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. മനസ്സും ആ ശരീരമായിട്ടുള്ള ബന്ധം ക്രമേണ വിടുന്ന നിമിത്തം നമുക്ക് ആവശ്യമില്ലാത്ത തോട്ട്സിനെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഈ ശ്വാസമാണ് എല്ലാ വികാരങ്ങളുടെ അടിസ്ഥാനം. നിങ്ങൾക്ക് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാകും, നമ്മൾ ക്ഷുഭിതരാകുമ്പോഴും വ്യാകുലപ്പെടുമ്പോഴുമാണ് നമ്മുടെ ശ്വാസഗതി വർദ്ധിക്കുക, ഭയപ്പെടുമ്പോഴുമൊക്കെ. അപ്പോൾ നെഗറ്റീവ് ചിന്തകൾ എപ്പോൾ വരുന്നു, അപ്പോൾ ഈ ഒരു ശ്വാസഗതി ഉയർന്നിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അവിടെ പ്രാണായാമം, അതായത് ഈ ശ്വാസത്തിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് നമ്മുടെ പ്രാണശക്തിയെ വർദ്ധിപ്പിക്കുക. അപ്പോൾ പ്രാണനും പ്രാണവായുവും തമ്മിൽ വ്യത്യാസമുണ്ട്, പ്രാണശക്തി. കാരണം ഈ പ്രാണശക്തിയെ ഉയർത്തണമെങ്കിൽ നമ്മുടെ ഈ ശ്വാസത്തിനെ ദീർഘമായിട്ട് കൺട്രോൾ ചെയ്യുകയോ അല്ലെങ്കിൽ അവിടെ ഹോൾഡ് ചെയ്ത് വെക്കുകയോ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അത് പ്രാണായാമത്തിലൂടെ നമുക്ക് സാധ്യമാകും. പിന്നീട് നമുക്ക് ആത്മാവിൻ്റെ ഹീലിംഗാണ് നമുക്ക് ഈ ധ്യാനത്തിലൂടെ ലഭിക്കുക. കാരണം ഈ ആത്മാവ്, ഈ ജീവാത്മാവ് ആ പരമാത്മ തത്വത്തോട് ലയിക്കുക. ഇത് ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ശക്തമായ ഊർജ്ജപ്രവാഹം ഉണ്ടാകും.
നമുക്ക് നിശ്ചയമായും നമ്മുടെ ഓറ ക്ലെൻസ് ചെയ്യപ്പെടും. അങ്ങനെ ദുരിതങ്ങൾ ഒരുപാട് മാറിപ്പോകും. അപ്പോൾ ഇത് ഒരു മെല്ലപ്പോക്കാണ്. യഥാർത്ഥത്തിൽ ഇത് നിങ്ങൾ കൃത്യമായ ദിനചര്യ കൊണ്ട് കുറേ നാൾ കൊണ്ട് ആർജിക്കേണ്ട ഒരു കാര്യമാണ്. എങ്കിലും നിങ്ങൾക്ക് ഹീലിങ്ങിന് ഒരു ഹീലറുടെ സഹായമില്ലാതെ നിങ്ങളെ എങ്ങനെ സ്വയം ഹീൽ ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. ഈ യഥാർത്ഥത്തിൽ ഒരു ഹീലർ ചെയ്യുന്ന കാര്യം ഇത് തന്നെയാണ്. നിങ്ങളുടെ ഓറയെ ക്ലെൻസ് ചെയ്യുക, അതുപോലെ തന്നെ ചക്രങ്ങളെ ക്ലെൻസ് ചെയ്യുക, അവിടെ ഹീൽ ചെയ്തിട്ട് അവിടെ മനസ്സിനെ ഹീൽ ചെയ്തിട്ട് നിങ്ങളുടെ മനസ്സിൽ നല്ല കാര്യങ്ങൾ ഉറപ്പിക്കുക. നിങ്ങൾ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ ഉറപ്പിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഒരു ഹീലർ ചെയ്യുക. അതിന് വളരെയധികം മെൻ്റൽ എഫർട്ട് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം മെൻ്റൽ പവർ ഇല്ലാത്തവർ ഇതുപോലെ തന്നെ ഒരു റുട്ടീൻ ഫോളോ ചെയ്യുക. നിങ്ങളിലേക്ക് നിങ്ങൾ സ്വയം ശ്രദ്ധിക്കുക. നിങ്ങൾ സ്വയം ശ്രദ്ധിക്കുക എന്ന് പറയുമ്പോൾ മറ്റൊരു ബെനിഫിറ്റ് അതിൽ നിന്നുണ്ടാകുന്ന എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ എനർജി ഒരു 100% ആയിരുന്നു നിങ്ങൾ വന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ഈ എനർജി മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരിക്കും തോറും നിങ്ങളത് 90%, 80% അങ്ങനെ താഴേക്ക് വന്ന് ഒരു 20% ഒക്കെ ആകുമ്പോൾ നിങ്ങൾ തീരെ ഡൗൺ ആവുകയാണ് ചെയ്യുന്നത്. എല്ലാ എനർജിയും നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക്, ഭർത്താവിന്, അല്ലെങ്കിൽ ചുറ്റുപാടുള്ള വിഷയങ്ങളിലേക്ക് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, അന്യ വ്യക്തികളിലേക്ക്. അവരെ ഫോക്കസ് ചെയ്യുന്നതോറും നിങ്ങളുടെ എനർജി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് വേണ്ടി കുറേ സമയം മാറ്റിവെച്ച് നിങ്ങളിലേക്ക് ഫോക്കസ് വരുമ്പോൾ നിങ്ങൾക്ക് ആ എനർജി റിസ്റ്റോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഈ വിവിധ മാർഗങ്ങളിലൂടെ നിങ്ങൾക്ക് സ്വയം ഹീൽ ചെയ്ത് നിങ്ങളുടെ ഈ കർമ്മ ദുരിതങ്ങളെ ഒരു പരിധിവരെ നിശ്ചയമായി മാറ്റാൻ സാധിക്കും. നിങ്ങൾ ഇന്നു മുതൽ ട്രൈ ചെയ്ത് തുടങ്ങുക. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ, സായിറാം.